ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. പോളിംഗ് സാധനങ്ങളുടെ വിതരണം അതാത് കേന്ദ്രങ്ങളിൽ വെച്ച് നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലേക്കാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നിശബ്ദ പ്രചരണ ദിവസമായ വ്യാഴാഴ്ച അവസാനവട്ടം വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിരുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം GHSS കുമ്പള, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, ചെമ്പനാട് ജമാഅത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പയ്യന്നൂർ GVHSS, മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് നടന്നു. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ, VVPAT മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമായിരുന്നു. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിലാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത്. വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. 9 സ്ഥാനാർത്ഥികളാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത്. 7,1475 പുരുഷന്മാരും 7,50,741 സ്ത്രീകളും 14 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ മണ്ഡലത്തിൽ 14,52,230 വോട്ടർമാരാണുള്ളത്. ഇവരിൽ 32,827 കന്നി വോട്ടർമാരും 4,934 പ്രവാസി വോട്ടർമാരുമുണ്ട്. 1,334 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 205 ബൂത്തുകളുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ളത്. 170 ബൂത്തുകൾ മാത്രമുള്ള കല്യാശ്ശേരിയിലാണ് കുറവ് ബൂത്തുകളുള്ളത്. വോട്ടെടുപ്പ് ദിവസം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കും. 10 DYSPമാരുടെ നേതൃത്വത്തിൽ 8 സബ് ഡിവിഷനുകളായി തിരിച്ചാണ് സുരക്ഷാ സംവിധാനം ഒരുക്കുക. പോലീസിനു പുറമെ എക്സൈസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനയിലുണ്ടാകും. 788 അംഗ സായുധ സേന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരും. വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള പ്രധാന രേഖ. പ്രസ്തുത കാർഡ് ഹാജരാക്കാൻ കഴിയാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രേഖകൾ ഉപയോഗിക്കാം. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിരോധനാജ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നിലവിൽ വന്നിരുന്നു. ഏപ്രിൽ 27 വൈകിട്ട് 6 വരെയായിരിക്കും നിരോധനാജ്ഞ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.